നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ചെയ്യുക എന്ന് പറയുന്നതും ഓൺലൈൻ ക്ലാസ്സിലൂടെ വിദ്യാഭ്യാസം നടത്തുക എന്ന് പറയുന്നതും നിങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾക്കും ഒരു ചാലഞ്ചിങ് ആയ ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ ഇലോബറേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ ക്ലാസ്സുകളിൽ നമ്മൾ അത്ര ചെയ്യാറേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോക്ക്ഡൌൺ പീരീഡിനൊക്കെ ശേഷവും ഈ പ്രാക്ടീസ് നമ്മൾ തുടരുന്നുണ്ടാവും. ഓരോ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് വേണമെങ്കിൽ അത് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾ ടൈം ഷെഡ്യൂളിംഗ് നിങ്ങൾ തന്നെ ചെയ്യണം. വളരെ കൃത്യമായി വീഡിയോസ് ടൈംലി കാണണം. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ, നമ്മൾ പറയുന്ന ടാസ്കുകൾ വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് അത് ടീച്ചേഴ്സിന് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തേക്ക് പോകുമ്പോൾ അതേസമയം അതിന് ഒരു കാര്യം കൂടി, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ലറ്റ്സ് ആണ് മിക്കവാറും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രയാസമില്ലാതെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ തുല്യം എന്ന് പറയുന്ന വാക്കിലാണ് നമ്മൾ തുടങ്ങുന്നത്. തുല്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. ഒരു ത്രികോണത്തിന്റെ മേലെ വേറൊരു ത്രികോണം എടുത്തു വെച്ചാൽ ഒരു ത്രികോണമാണെന്ന് തോന്നുന്ന രീതിയിൽ തുല്യമായി ചേർന്ന് നിൽക്കുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നോക്കുക, ഒരു ത്രികോണം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ്സ് 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇവിടെ 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, രണ്ട് ത്രികോണങ്ങൾ. അതായത് ഈ ത്രികോണത്തിനെ നമ്മൾ ഇങ്ങനെ ചൊല്ലി മറച്ചിട്ടതാണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇവിടെ അതുപോലെ തന്നെ ഇതേ ത്രികോണം തന്നെ 5 സെന്റിമീറ്റർ ഒരു ബേസായി വരക്കുന്നതിന് പകരം 7 സെന്റിമീറ്റർ ബേസാക്കി വരച്ചു മാത്രമേ ഉള്ളൂ. ഈ ത്രികോണം തന്നെയാണ് ഈ ത്രികോണം. കാരണം അതിന്റെ വശങ്ങൾ 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇവിടെ അതിനെ ഫ്ലിപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇവിടെ ഒന്നാമതായി തന്നിട്ടുള്ളത് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ത്രികോണം തന്നെ 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, ഇവിടെയും 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ബേസ് 4 ആക്കി വരച്ചു. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ അകത്ത് തുല്യ ത്രികോണങ്ങൾ എന്ന് എഴുതിയിട്ട് ഈ തരത്തിലുള്ള തുല്യമായി നിങ്ങൾക്ക് വരക്കാവുന്ന, അതായത് നമ്മൾ 5 സെന്റിമീറ്റർ ബേസ് ആക്കി വരക്കുകയാണെങ്കിൽ അതിനെ ഫ്ലിപ്പ് ചെയ്താൽ ഒന്ന് കിട്ടും. ഇനി 4 സെന്റിമീറ്റർ വരച്ച് ഫ്ലിപ്പ് ചെയ്താൽ വേറെ കിട്ടും. അങ്ങനെ 3 ലെവലിൽ നിങ്ങൾ വരക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 6 ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, നമ്മൾ ഈ കൺസെപ്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ടാസ്ക് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കളം 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വശമുള്ള ഒരു ത്രികോണമുണ്ട്. അതേപോലെ തന്നെ 8 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ വശമുള്ള മറ്റൊരു ത്രികോണമുണ്ട്. ഈ ത്രികോണവുമായിട്ട് സർവസമമാണ്, തുല്യമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഈ തുല്യം എന്ന് പറയുന്ന വാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ യൂക്ലിഡ് എലമെന്റ്സ് എഴുതിയ യൂക്ലിഡ്, നമ്മുടെ ഈ ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന യൂക്ലിഡ് എലമെന്റ്സിന്റെ എഴുതിയപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ 3 വശങ്ങളായി തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പൊ ഈ തുല്യമാണ് എന്ന് എഴുതിയ ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം ഈ റിനേസൻസ് പീരീഡിൽ അദ്ദേഹം ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്ന എലമെന്റ്സ് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്ന 2 ഫിഗേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കോയിൻസൈഡ് എന്ന് പറയുന്ന വാക്കിന് പകരമായി അവർ ഉപയോഗിച്ചത് കോൺഗ്രുവന്റ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. പിന്നീട് 19th സെഞ്ചുറി മുതൽ ഇംഗ്ലീഷ് പീപ്പിൾ അല്ലെങ്കിൽ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ടഡ് യൂസിംഗ് ദിസ് വേർഡ് കോൺഗ്രുവന്റ് ഫോർ റിപ്രസെന്റിംഗ് equal figures, geometrical figures. So, but that word congruent is not self-explanatory. A person when hear the word for the first time, he will not get any idea about congruent figures. But equal triangle, it's very simple. Equal triangle means a triangle is equal to another triangle means it is equal to the other triangle in all respects. All the angles of the first and all the sides of the first are equal to that of the second. That's very clear. Therefore, we will use the word equal triangles. മലയാളത്തിൽ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ത്രികോണവും തുല്യമാണെന്ന് പറയാൻ കാരണം ഇതിന്റെ 5 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ഇവിടെയും 5 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആണ് വശങ്ങളുള്ളത്. അതുകൊണ്ട് ഈ ത്രികോണവും തുല്യമാണ്. ഇതിനെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കി നമുക്ക് 2 തരത്തിൽ ഇതിനെ എടുത്ത് വെച്ച് നോക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സ്ലൈഡ് ചെയ്ത് തുല്യമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്ലൈഡ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ സ്ലൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ ഈ 2-3 പ്രോസസ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ത്രികോണത്തോട് ചേർത്ത് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഈ ത്രികോണത്തിനെ നമ്മൾ ഈ ത്രികോണത്തിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ത്രികോണത്തിന് മുകളിൽ എടുത്തു വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ത്രികോണം ഒരു ത്രികോണമാണെന്ന് തോന്നുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ 9 സെന്റിമീറ്റർ വശം അതിന്റെ 9 സെന്റിമീറ്ററിലേക്കാണ് പോകുന്നത്, 8 സെന്റിമീറ്റർ വശം 8 സെന്റിമീറ്ററിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇവിടുത്തെ 5 സെന്റിമീറ്റർ വശം ഇതിന്റെ 5 സെന്റിമീറ്ററിലേക്കാണ് പോകുന്നത്.
അപ്പോൾ വശങ്ങളോട് തുല്യ വശങ്ങളോട് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിനോട് ചേരുമ്പോഴാണ് ത്രികോണങ്ങൾ തുല്യമായി വരുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന കോണുണ്ട്. എ എന്ന് പറയുന്ന ഒരു കോൺ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ആംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കോൺ ആർക്കെതിരെയാണ്? 9 സെന്റിമീറ്റർ വശത്തിനെതിരെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒന്നാം ത്രികോണത്തിന്റെ കോണ് രണ്ടാം ത്രികോണത്തിന്റെ ഏത് കോണിന് തുല്യമായിരിക്കും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എ ഇവിടെ 9-നെതിരെയാണെങ്കിൽ 9-ന് ഇവിടെ എതിരെ ആരാളുള്ളതെന്ന് നോക്കുക. അപ്പോൾ 9-നെതിരെ ഇവിടെ ആരാളുള്ളത്? പി ആളുള്ളത്. അതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി. അതുപോലെ തന്നെ ഇവിടെ സി എടുത്ത് നോക്കാം. ഈ 34 ഡിഗ്രി ആംഗിൾ വരുന്ന ആർക്കെതിരെയാണ്? 5 സെന്റിമീറ്റർ വശത്തിനെതിരെയാണ്. അതുകൊണ്ട് ഇവിടെ 5 സെന്റിമീറ്റർ വശത്തിനെതിരെയാണുള്ളത് 6 അതുകൊണ്ട് സി ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. അതാണ് കോണുകളും അതിന്റെ എതിർവശങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. കാരണം നമ്മൾ ഈ ത്രികോണത്തിന്റെ ഈ ശീർഷത്തിന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ത്രികോണം കിട്ടാം. അപ്പൊ ഈ കോണ് വളരെ ചെറുതായി പോകാൻ കാരണം ഈ ഇതിന്റെ എതിർവശം വളരെ ചെറുതാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു ഏറ്റവും ചെറിയ വശത്തിനെതിരെയുള്ളതായിരിക്കും ഏറ്റവും ചെറിയ കോണ്, ഏറ്റവും വലിയ വശത്തിനെതിരെയുള്ളതായിരിക്കും ഏറ്റവും വലിയ കോണ്. അതുകൊണ്ട് angles, the biggest angle is opposite to the biggest side and the smallest angle is opposite to the shortest side. അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് സൈഡിനെതിരെയുള്ളതായിരിക്കും ബിഗസ്റ്റ് സ്മോളസ്റ്റ് ആംഗിൾ, അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് സൈഡിനെതിരെയുള്ളതായിരിക്കും ബിഗസ്റ്റ് ആംഗിൾ. അതാണ് ഇതിന്റെ എതിർവശവും അതുപോലെ തന്നെ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. അതുകൊണ്ട് തന്നെ ഒരു കോണിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഈ കോൺ സി എന്ന് പറയുന്നത് ഈ 5 സെന്റിമീറ്റർ ലോങ് എ ബി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ബി എന്ന് പറയുന്നത് ഈ 9 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ഈ എ സി എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 9 സെന്റിമീറ്റർ ഇവിടെ നോക്കുക, 9 സെന്റിമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആരാളുള്ളത്? ക്യൂ ഉള്ളത്. അതുകൊണ്ട് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതാണ് നിങ്ങൾ കൺസെപ്റ്റ്. ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ത്രികോണം തരുന്നതായിരിക്കും. ഒരു ത്രികോണം ഇങ്ങനെയുണ്ട്, വേറെ ത്രികോണം ഇങ്ങനെയുണ്ട്. പക്ഷെ വശങ്ങൾ 5 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ ആണ്. ഇവിടെയും 5 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ നിരക്കി നോക്കിയാൽ അവിടെ എന്താവില്ല? കോൺഗ്രുവന്റായി ചേർന്ന് നിൽക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക, റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഫ്ലിപ്പ് ചെയ്യാം, നിരക്കാം, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ത്രികോണം അടുത്ത ത്രികോണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സർവ്വസമമായി ചേർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ എന്തായിരിക്കും? ത്രികോണങ്ങൾ തുല്യമായിരിക്കും. അവയുടെ തുല്യ കോണുകൾക്ക് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഇനി നമുക്ക് അതിന്റെ യൂക്ലിഡ് പറഞ്ഞ സെന്റൻസിലേക്ക് നോക്കാം. If the sides of the triangle are equal to the sides of another triangle, then angles opposite to those equal sides are also equal. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എന്ത് എഴുതാം? നിങ്ങൾ എഴുതി വെക്കും നോട്ടിൻ്റെ അകത്ത്. ചിത്രം വരച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 6 ചിത്രങ്ങൾ വരച്ചു, അതിന് താഴെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് എഴുതി വെക്കണം. മലയാളം മീഡിയം സ്റ്റുഡൻസ് എഴുതേണ്ടത് എന്താണ്? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങളുമായി തുല്യമായാൽ ആ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇനി നമ്മൾ ബിയിലേക്ക്. ഇവിടെ ത്രികോണങ്ങൾ തുല്യം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ജോമെട്രിക്കൽ ഫിഗേഴ്സും നമുക്ക് തുല്യത പരിശോധിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. Here we have another rectangle. We have to check whether these rectangles are equal or not. So we can place the first rectangle on the second to convince ourselves that it is an equal to the first one, second one. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചതുരം രണ്ടാമത്തെ ചതുരമായിട്ട് തുല്യമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചതുരവും എന്താണ്? ദീസ് ആർ ഈക്വൽ റെക്ടാംഗിൾസ്. അപ്പൊ ത്രികോണങ്ങളും ഇതുപോലെ നമുക്ക് ചോദിച്ചു നോക്കാം. 2 ത്രികോണങ്ങൾ ഇവിടെയുണ്ട്. ഈ ത്രികോണത്തിനെ എടുത്ത് ഇതിനോട് വെച്ച് നോക്കിയിട്ട് നമുക്ക് തുല്യമായി പരിശോധിക്കുക. അതല്ല ശരിയായ മാത്തമാറ്റിക്സ്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ഈ എ എന്ന് പറയുന്ന ഒന്നാമത്തെ കോണ് ആർക്കെതിരെയാണ്? 6 സെന്റിമീറ്റർ ലോങ് സൈഡിനെതിരെയാണ്. And this B is opposite to 5 centimeter long side, and this angle C is opposite to 3 centimeter long side. These are the 3 questions that we have to address. Therefore, here angle A of the first is equal to, or it is an angle opposite to the 6 centimeter long side. Here we have to find a 6 centimeter long side here. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വശം ഇവിടെ കണ്ടെത്തുക. അവിടെയുള്ള 6 സെന്റിമീറ്ററിനെതിരെയാണ് എ. അതുകൊണ്ട് ഇവിടെ 6 സെന്റിമീറ്ററിനെതിരെ ആരാണുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ക്യൂ ആണ് കിട്ടും. Therefore, your first answer must be angle Q. Angle A is opposite to 6. Here opposite to 6 we have angle Q. Therefore, angle A is equal to angle Q. In the same way, you have to find an angle in the second triangle which are equal to angle B and angle C of the first. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഇവിടെ ബി സി എന്നീ കോണുകൾക്ക് തുല്യമായി ഇവിടെയുള്ള കോണുകൾ ആരാണെന്നുള്ളത് ഈ ബി എ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തും? 5 സെന്റിമീറ്റർ അഗേൻസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ അഗേൻസ്റ്റ് ആരാളുള്ളത് നോക്കുക. ആ കോണായിരിക്കും തുല്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തുല്യമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമായാൽ ഈ ത്രികോണവും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഈക്വൽ ഇൻ all respects. All the corresponding sides are equal and all corresponding angles are also equal. Okay, let's move on to the next one. Here നമ്മൾ നേരത്തെ ചതുരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നീളങ്ങൾ തുല്യമായ ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമായാൽ മറ്റു ത്രികോണത്തിന് തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമായിരിക്കും പറഞ്ഞു. ഇവിടെ ഒരു ചതുർഭുജമുണ്ട്, സാമാന്തരികമാണ്. അതിന്റെ എതിർവശങ്ങൾ ഇവിടെയും തുല്യമാണ്, ഇവിടെയും തുല്യമാണ്. അതുകൊണ്ട് ഈ സാമാന്തരികത്തിന്റെ വശങ്ങളും തുല്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ സാമാന്തരം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ടാണ് ഈ സാമാന്തരം ഉണ്ടാക്കിയത്, ഇതിന്റെ വശങ്ങളുടെ നീളത്തിന് മാറ്റം വരുത്താതെ. അപ്പോൾ ഈ ഒരു സാമാന്തര്യത്തോട് തുല്യമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് പരിശോധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഒബ്വിയസ്ലി ദേ ആർ നോട്ട് കോൺഗ്രുവന്റ്. അവരെന്തല്ല കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് അല്ല. വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? കംപ്രസ് ചെയ്തിട്ട് ഇതിനോട് തുല്യമാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ മറ്റു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ നീളം തുല്യമായതുകൊണ്ട് അവ എപ്പോഴും എന്താവണമെന്നില്ല, കോൺഗ്രുവന്റ് ആവണമെന്നില്ല, തുല്യമാവണമെന്നില്ല. അതാണ് നമുക്ക് ഇവിടെയുള്ള പോയിന്റ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ തുല്യമായ ജോഡികൾ എഴുതുക എന്നുള്ളതാണ്. ഈ ത്രികോണത്തിന്റെ വശങ്ങൾ 3, 6, 5 ആണ്. ഇവിടെയും 3, 6, 5 ആണ്. അപ്പോൾ ഈ ത്രികോണത്തിന്റെ കോണുകൾ ABC ആണ്. ഇതിന്റെ PQR ആണ്. എങ്കിൽ കോൺ എക്ക് പകരം ആരാളുള്ളത്, ബിക്ക് പകരം ഇവിടെ ആരാളുള്ളത്, സിക്ക് പകരം. അതാണ് നിങ്ങളുടെ ഒരു ടാസ്ക്. നേരത്തെ നമ്മൾ അഡ്രസ് ചെയ്തു. ഒരു തുല്യത നമ്മൾ പറഞ്ഞു. ഇവിടെ എത്താം. ഇവിടെ ഒരു ത്രികോണമുണ്ട്. 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ആ ത്രികോണത്തെ മറച്ചു വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി. ഈ ത്രികോണം തന്നെയാണ് 6, 5, 4. അതുപോലെ 6, 5, 4. ഇവിടെയും 6, 5, 4. ഈ ത്രികോണം തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്ന ഈ സാധനം ഒരു സാമാന്തരികമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ നോക്കാം. കുറച്ചുകൂടി ചിത്രം വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ അളവുകൾ മാറ്റിയെടുത്തു. 5 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ഉള്ളൊരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന് എന്ത് ചെയ്യുന്നു? നേരെ താഴോട്ടേക്ക് മറിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ കിട്ടിയ ഫിഗർ ആയിട്ടില്ല. വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിഗർ കിട്ടി. ഇവിടെ 5, 8, 10. ഇവിടെയും 5, 8, 10. ഈ ത്രികോണവും തുല്യമായ ത്രികോണങ്ങളാണ്. ഈ കിട്ടിയിരിക്കുന്ന രൂപം ഒരു സാമാന്തരികമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. നമുക്കറിയാം സാമാന്തരികം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് if 2 pairs of opposite sides are parallel, it's a parallelogram. 2 ജോഡി എതിർവശങ്ങൾ സമാന്തരമായതിനെയാണ്, ചതുർഭുജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്ന് പറയുന്നത്. അപ്പോൾ സമാന്തരം എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച മറുകോണുകൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോകണം. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന ആശയത്തിലേക്ക് പോകണം. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആശയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം. ഈ ആംഗിൾ 72 ഡിഗ്രിയാണ്. ആ 72 ഡിഗ്രി ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ 72 ആണെങ്കിൽ ഇവിടെയും 72 തന്നെ ആയിരിക്കും. അതിനെ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ആ 72 ഡിഗ്രി ഇവിടെ വരും. അപ്പോൾ ഇതൊരു ജോഡി മറുകോണുകളായി വരികയാണ്. അതായത് ഈ വരയും അതായത് AC എന്ന് പറയുന്ന വശവും BD എന്ന് പറയുന്ന വശവും ആര് കട്ട് ചെയ്യാണ്? AB എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ, ഒരു ഛേദകരേഖ കട്ടിംഗ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി മറുകോണുകളാണ്. അപ്പോൾ ഇങ്ങനെ these two alternate angles are equal, therefore these lines are parallel. അപ്പോൾ നമ്മുടെ ഈ ചതുർഭുജത്തിന്റെ ഈ വശവും സമാന്തരമായി കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതും സമാന്തരാക്കിയ പോലെ ഇനി ഇതും സമാന്തരാന്ന് പറയണമെങ്കിൽ ഈ 2 കോണുകൾ പരിഗണിക്കണ്ടേ? ഇവിടെ ഇപ്പൊ ഈ കോണിന്റെ അളവ് 32 ഡിഗ്രിയാണ്. അത് നമ്മൾ താഴോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ താഴെയുള്ള കോണും എന്തായി മാറുകയാണ്? 32 ഡിഗ്രി ആവുകയാണ്. അതിനെ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 32 ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ പോവാം. അങ്ങനെ വരുമ്പോൾ ഈ കോണും തുല്യമായാൽ അവ നമ്മൾ ഒരു ജോഡി മറുകോണുകളായി വരണമെങ്കിൽ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയി വരണമെങ്കിൽ ഏതൊക്കെ ലൈൻസിനെയാണ് ഈ AB കട്ട് ചെയ്തെന്ന് നോക്കുക. ഈ ലൈനെയും ആര് കട്ട് ചെയ്തു? AB കട്ട് ചെയ്തു. ജസ്റ്റ് ലൈക്ക് ഈ സെഡ് ഫ്ലിപ്പ് ചെയ്ത പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. ഓൾട്ടർനേറ്റ് ആംഗിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇങ്ങനെ സെഡ് ഉണ്ടാവില്ല, അതിനെ ഫ്ലിപ്പ് ചെയ്ത രൂപത്തിലുണ്ടാവും. എന്തിനായിരുന്നാലും ഈ രൂപത്തിലുള്ള ഈ 2 സ്ഥലത്ത് വരുന്ന കോണുകളെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറുകോണുകൾ എന്ന് പറയുന്നത്. ഈ 2 മറുകോണുകൾ തുല്യമായാൽ ഈ വശവുമാണ് വരകൾ. അതിനെയാണ് AB കട്ട് ചെയ്തത്. അപ്പോൾ ഈ വശം എന്തായിരിക്കും? ഈ കോണുകൾ ഒരുപോലെ വരുന്നതുകൊണ്ട്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയി വരുന്നതുകൊണ്ട് ദീസ് ലൈൻസ് ആർ പാരലൽ. റൈറ്റ്?
അപ്പോൾ ഈ രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായതുകൊണ്ട് ഇതെന്തായി? ഇത് ഒരു സാമാന്തരികമായി, പാരലോഗ്രമായി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളെന്താ എഴുതണം? ഈ കോണും ഈ കോണും തുല്യമാണ്, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് എഴുതുക. ഈ കോണും തുല്യമാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. തുല്യ ത്രികോണങ്ങളുടെ തുല്യമായ കോണുകൾ അല്ലെങ്കിൽ അതിന്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് ഈ 5 സെന്റിമീറ്ററിനെതിരായിട്ടുള്ള ഈ കോണും ഈ 5 സെന്റിമീറ്ററിനെതിരായിട്ടുള്ള ഈ കോണും തുല്യമാണെന്ന് അറിയാം. അതുകൊണ്ട് ഈ വരെയും പാരലാന്ന് എഴുതുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ കോണും തുല്യമാണ്. അതുകൊണ്ട് ഈ വരെയും പാരലാന്ന് എഴുതുക. അപ്പോൾ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യമായതിനാൽ, പാരലായ സമാന്തരമായതിനാൽ നമുക്ക് ഈ ADBC എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണെന്ന് എഴുതി അവസാനിപ്പിക്കും. അടുത്തത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഒന്നാം ചോദ്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഒന്നാമത്തെ എക്സസൈസിന്റെ അകത്ത് വരുന്ന ഒന്നാം ചോദ്യമാണിത്. There are 2 questions, sub questions in this first question. ഇവിടെ 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ, ഇവിടെയും 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ കറസ്പോണ്ടിങ് ആയ ആംഗിൾ. ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് ഇവിടെ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കുക, 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ത്രികോണമുണ്ട്. ഇവിടെയും 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ത്രികോണമുണ്ട്. നമ്മൾ എടുത്ത് വെച്ച് നോക്കാതെ തന്നെയും നമുക്ക് അറിയുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ 3 വശങ്ങളോട് തുല്യമാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോൺ എയുടെ അളവ് അടയാളപ്പെടുത്തൽ എന്താണ്? ഇവിടെ 5 സെന്റിമീറ്ററിന് അഗേൻസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 സെന്റിമീറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ്, അതിന് നേരെ എതിരെ വരുന്ന കോൺ ആരാണ്? ഈ 5 സെന്റിമീറ്റർ നീളത്തിന് വശത്തിന് നേരെ എതിരെ വരുന്ന കോൺ ഇതാണ്. അതുകൊണ്ട് അവിടെ കോൺ എക്ക് പകരം ആരാണ് ഇവിടെ വരിക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇവിടെ വരുന്ന 4 സെന്റിമീറ്റർ ലോങ് സൈഡിന് അഗേൻസ്റ്റ് ആരാ വരുന്നത്? ബി ആ വരുന്നത്. അപ്പോൾ നമുക്ക് ബിക്ക് തുല്യമായിട്ട് ആരാണ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ബി എ നോക്കുക. ബി ആർക്കെതിരെയാണെന്ന് നോക്കുക. അപ്പൊ 4-നെതിരെയാണ്. അപ്പൊ 4-നെതിരെ ഇവിടെ ആരാണെന്ന് നോക്കുക. ഇവിടെ 4-നെതിരെ ആരാളുള്ളത്? പി ആണ്. അങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ 4-നെതിരെ ആരാളുള്ളത്? ഈ കോൺ ബിക്ക് തുല്യമായിട്ട്, അവിടുത്തെ കോൺ ബിക്ക് തുല്യമായിട്ട് ഇവിടെ ആരാളുള്ളത്? കോൺ പി ആണ്. എന്നാൽ നമ്മൾ അടുത്ത സി കണ്ടുപിടിക്കാൻ വേണ്ടി സി ചിന്തിക്കുക. സി ആർക്കെതിരെയാണെന്ന് നോക്കുക. 6 സെന്റിമീറ്റർ ലോങ് സൈഡിനെതിരെയാണ്. അപ്പോൾ ഇവിടെ 6 സെന്റിമീറ്റർ പരിധി നോക്കുക. 6 സെന്റിമീറ്റർ ഇവിടെയാണ്, അതിനെതിരെ ആരാളുള്ളത്? ക്യൂ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺ സി ഈസ് ഈക്വൽ ടു കോൺ ക്യൂ. Clear? These are the corresponding angles of the second triangle, which are equal to the angles of the first. Okay? ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസൈസിനായിട്ട് ഞാൻ വിടുകയാണ്. നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ചോദ്യമാണ്. യു ഹാവ് ടു ആൻസർ ദീസ് സബ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ്. Okay? With this problem, we conclude this first episode here. We will meet in the next episode. Till then, bye.